Hello everyone, welcome back to my YouTube channel and thank you so much. We have crossed 400 subscribers. എൻ്റെ ഓരോ വീഡിയോസ് കാണുന്നവർക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഒരു വലിയ താങ്ക്സ്. ഞാൻ നിങ്ങളുടെ ഈ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഓരോരോ സബ്സ്ക്രിപ്ഷനാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള മോട്ടിവേഷൻ തരുന്നത്. സോ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ബിഫോർ മൂവിങ് ഓൺ ടു ദ വീഡിയോ പ്ലീസ് ഡു കൺസിഡർ സബ്സ്ക്രൈബിങ്. I would really appreciate it. So let's move into the video. So ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയപ്പോൾ ഞാൻ ചെയ്തിരുന്നു ഒരു മേക്കപ്പ് ലുക്കിനെ പറ്റിയിട്ട് ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. ആർക്കൊക്കെ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ കുറേ പേര് ട്യൂട്ടോറിയൽ വേണമെന്ന് പറഞ്ഞിട്ട് യെസ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഞാൻ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ്സ് എന്ന് പറയുന്ന ടാബിലും ആ ഫോട്ടോ ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മേക്കപ്പ് ട്യൂട്ടോറിയൽ വേണമെന്നുള്ളത്. അപ്പോൾ അതിലും എനിക്ക് തോന്നുന്നു കുറച്ച് ലൈക്സ് എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫൈനലി ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റോ മേക്കപ്പ് പ്രൊഫഷണലോ അങ്ങനെയൊന്നല്ല. കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് പഠിച്ച് അത് നോക്കി ചെയ്ത് പഠിച്ച് കുറേ ട്രയൽ ആൻഡ് എറർ വഴിയാണ് ഞാൻ എൻ്റെ ഒരു രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതേ കാര്യമാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാൻ പോകുന്നത്. എൻ്റെ ഒരു രീതി ഓഫ് മേക്കപ്പ് ഇടുന്നത് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ മേക്കപ്പിലോട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ മുന്നേ സ്കിൻ പ്രെപ്പ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് സ്കിൻ പ്രെപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സ്കിന്ന് ക്ലെൻസ് ചെയ്യണം. അപ്പോൾ ഞാൻ സെറ്റഫിലിൻ്റെ ജെൻറ്റൽ സ്കിൻ ക്ലെൻസർ ഞാൻ കുറേ വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. സോ ആ ക്ലെൻസർ വെച്ചിട്ട് ഞാൻ ആദ്യം എൻ്റെ മുഖം ഫേസ് വാഷ് ചെയ്യും. അതിന് ശേഷം ഞാനൊരു മോയ്സ്ചറൈസർ ഇടും. സോ ആ മോയ്സ്ചറൈസർ ആണ് ഇത് ഫേസ് മിസ്റ്റിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. അതിന് ശേഷം ഞാൻ ഈ സൺസ്ക്രീൻ ഇടും. ഓക്കെ, ദിസ് ഇസ് ആക്നെ UV സൺസ്ക്രീൻ. അതിനുശേഷം ഞാനൊരു ലിപ് ബാം ഇടും. ഇതാണ് എൻ്റെ ബേസിക് സ്കിൻ പ്രെപ്പ് എന്ന് പറയുന്നത്. സോ ഒരു സ്കിൻ പ്രെപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മേക്കപ്പിലോട്ട് മൂവിങ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതേ മോയ്സ്ചറൈസറും സൺസ്ക്രീനും തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് മോയ്സ്ചറൈസറാണോ ഏത് സൺസ്ക്രീനാണോ ഏത് ക്ലെൻസറാണോ അത് വെച്ച് സ്കിൻ പ്രെപ്പ് ചെയ്താലും മതി. സോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഒരു പ്രൈമർ യൂസ് ചെയ്യും. അപ്പം ഞാനിതാ ഈബ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്രാൻഡിന്റെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്രൈമർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖത്ത് കുറേ സ്ഥലത്ത് ഓപ്പൺ പോഴ്സ് ഉണ്ടാവും ഇല്ലേ? അപ്പോൾ ആ ഓപ്പൺ പോഴ്സിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ ഇടുന്നത്. അപ്പോൾ എനിക്ക് ബേസിക്കലി ഈ T സോൺസിലും പിന്നെ ഈ നോസിന്റെ ഈ ഏരിയയിലും ഇവിടെയൊക്കെ ആയിട്ടാണ് ഓപ്പൺ പോഴ്സ് ഇടുന്നത്. അപ്പോൾ ഞാൻ ആ ഭാഗത്താണ് അപ്ലൈ ചെയ്യുക. ഞാൻ അത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. കുറച്ചെടുത്താൽ മതി കേട്ടോ, ഇത് ഇത്രയൊക്കെ എടുത്താൽ മതിയാവും. സോ ഞാൻ ഈ ഭാഗത്ത് T സോൺസിൽ പിന്നെ ഇവിടെയും അപ്ലൈ ചെയ്യും. ഞാൻ ഓൾറെഡി സ്കിൻ പ്രെപ്പ് ചെയ്തതാണ്. ഓൾറെഡി ഞാൻ ക്ലെൻസ് ചെയ്തിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ലിപ് ബാമും ഇട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രൈമർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ സ്കിൻ പ്രെപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം അത് ചെയ്യണം. അതിനുശേഷം ഈ പ്രൈമറി T സോൺസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുക. പിന്നെ എവിടേക്കാണോ ഓപ്പൺ പോഴ്സ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ അപ്ലൈ ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ കൺസീലർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. കുറേ പേര് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് കൺസീലർ ചെയ്യാറ്. ഞാൻ ഫൗണ്ടേഷൻ ഇപ്പം യൂസ് ചെയ്യാറില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ മേക്കപ്പ് ചെയ്ത് പഠിച്ചിരുന്നപ്പോൾ ഫൗണ്ടേഷൻ വെച്ചായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷെ എനിക്ക് ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ ഭയങ്കര കവറേജ് കിട്ടുന്ന പോലെ തോന്നും. എനിക്ക് അത്രയും കവറേജ് ഇഷ്ടമല്ല. അപ്പം ഞാൻ എന്താ പറയുക ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. ആദ്യമൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നു. ഇപ്പം ഞാൻ കൺസീലർ വെച്ച് മാത്രമാണ് ചെയ്യാറ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേന്റെ ഫൗണ്ടേഷനാണ്. ആദ്യം ഞാൻ യൂസ് ചെയ്തിരുന്നത് മേബിലിൻ ഫിറ്റ് മീ എന്ന് പറഞ്ഞിട്ടുള്ള ഫൗണ്ടേഷനാണ്. ഇനി കൺസീലറാണ്. അപ്പോൾ കൺസീലർ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ള ഷെയ്ഡ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. വല്ലാണ്ട് ലൈറ്റോ വല്ലാണ്ട് ഡാർക്കോ ചൂസ് ചെയ്യാൻ പാടില്ല. ഓൾമോസ്റ്റ് സിമിലർ ടു യുവർ സ്കിൻ ടോൺ ആ ഒരു ഷെയ്ഡ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും കോമ്പാക്ട് പൗഡർ ആണെങ്കിലും
നിങ്ങൾ മേബിലിൻ്റെ സൈറ്റിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ ഓൺലൈൻ ത്രൂ നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ക്യാമറ വെച്ച് ഫേസ് നോക്കിയിട്ട് നമുക്ക് ഷെയ്ഡ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം എനിക്ക് ഏകദേശം എൻ്റെ ഷെയ്ഡ് അറിയാം. അപ്പോൾ ഞാൻ സ്റ്റോറിൽ നിന്നാണ് ഇത് രണ്ടാമത് വാങ്ങി, ഏകദേശം അതിൻ്റെ ഒരു സ്കിൻ ടോൺ വെച്ചിട്ട്. സോ ഞാൻ അതിൻ്റെ ലിങ്ക് മേബലിൻ ഫിറ്റ്മീൻ്റെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് സ്കിൻ ടോൺ അനുസരിച്ച് കൺസീലറും ഫൗണ്ടേഷനും ചൂസ് ചെയ്യാൻ പറ്റുന്ന ആ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് അത് മാത്രമല്ല, ഈ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കൺസീലർ ആണോ ഏത് ഫൗണ്ടേഷൻ ആണോ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കൺസീലറിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ടു കൺസീൽ യുവർ ഡാർക്ക് സ്പോട്ട്സ് ആണെങ്കിലും അതേപോലെ പിഗ്മെന്റേഷൻ ആണെങ്കിലും ഡാർക്ക് സർക്കിൾസ് ആണെങ്കിലും അതിനെല്ലാം കൺസീൽ ചെയ്യാന്നുള്ളതാണ് മെയിൻ പർപ്പസ്. ആദ്യം ഞാൻ എൻ്റെ അണ്ടർ ഐയിലാണ് അപ്ലൈ ചെയ്യുക. എനിക്കിവിടെ ചെറിയൊരു പിഗ്മെന്റേഷൻ ഉണ്ട്, അപ്പോൾ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യും. പിന്നെ എനിക്ക് ഡാർക്ക് സ്പോട്ട്സ് എവിടേക്കാണോ ഉള്ളത്, ലൈക്ക് ആക്നി മാർക്സ് അല്ലെങ്കിൽ ചെറിയ വല്ല പിഗ്മെന്റേഷനോ അങ്ങനെയൊക്കെ ഉള്ളിടത്തും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ഫേസിൽ ഡോട്ട് 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 പോലെ ചെയ്തിട്ട് പിന്നീട് ബ്ലെൻഡും ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം വെളുത്തിരിക്കുന്ന പോലെ തോന്നും. സോ അങ്ങനെ ചെയ്തിട്ട് ഇതൊരു കൺസീലർ ബ്രഷാണ്. ഈ ഒരു കൺസീലർ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ എല്ലായിടത്തും ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡറും എടുക്കാറുണ്ട്. ഇനി ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ബ്യൂട്ടി ബ്ലെൻഡർ ഡാംപൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അതായത് ഒന്ന് ജസ്റ്റ് നനച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. അതല്ലെങ്കിൽ നിങ്ങളുടെ മേക്കപ്പ് കേക്കി ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഞാനൊന്ന് എല്ലാം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് യുവർ ഹാൻഡ്സ് നിങ്ങൾക്ക് കൈ കൊണ്ടും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതിനുശേഷം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്താലും മതി. ഞാനിപ്പോൾ കുറേയൊക്കെ കൈകൊണ്ടാണ് ചെയ്യാറ്, പക്ഷെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ബ്രഷ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ ഈ ബ്രഷിൻ്റെ ഒക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി കൺസീലർ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഫുള്ള് ഒന്ന് ഡാബ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ചിട്ട്, ഇതിനെ കബൂക്കി ബ്രഷ് എന്നാണ് പറയുക. ഞാനിത് ഷുഗർ കോസ്മെറ്റിക്സ് നിന്ന് വാങ്ങിയതാണ്. ഇതും ഫൗണ്ടേഷൻ അതേപോലെ കൺസീലർക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രഷാണ്. അപ്പം ഇത് കുറച്ച് കൂടുതൽ കവറേജ് തരാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഷ് എടുക്കുന്നത്. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഒന്നും കൂടി ജസ്റ്റ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട്, ഇത് ഓൾറെഡി ഡാംപൻ ചെയ്തിട്ടുള്ള സ്പഞ്ചാണ്, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൊത്തത്തിലുള്ള ബേസ് ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ബ്രഷിന് പോകാൻ പറ്റാത്ത കോർണേഴ്സിലൊക്കെ ഈ സ്പഞ്ചിന് എത്താൻ പറ്റും. അതാണ് സ്പഞ്ചിന്റെ മെയിൻ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, എപ്പോഴും ബ്യൂട്ടി ബ്ലെൻഡർ നമ്മൾ ഡാംപൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അതല്ലെങ്കിൽ മേക്കപ്പ് ഭയങ്കര കേക്കി ആയിട്ടും ഡ്രൈ ആയ പോലെയും ക്രീസൊക്കെ വരുന്ന പോലെയും കാണും. ഈ ഐസിന്റെ കോർണേഴ്സിലൊക്കെ ബ്രഷിനേക്കാൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ബ്യൂട്ടി സ്പഞ്ചിനാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്
ഇസ് കോമ്പാക്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മേബിലിൻ്റെ ഫിറ്റ് മീ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പാക്ട് പൗഡറാണ്. ഇത് ഇങ്ങനത്തെ ഒരു കോമ്പാക്ട് പൗഡറാണ്. നിങ്ങൾക്ക് ലൂസ് പൗഡേഴ്സും വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഇതുവരെ ലൂസ് പൗഡർ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ഈ മേബിലിൻ ഫിറ്റ് മീൻ്റെ കോമ്പാക്ട് പൗഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺസീലർ ഇട്ടതിന് ശേഷം ആ ഫുൾ എന്താ പറയുക ഓയിലിനെസ് അല്ലെങ്കിൽ ആ ഒരു ക്രീമിനെസ് പോയിട്ട് എല്ലാം ഒന്ന് സെറ്റിലായിട്ട് ആ മേക്കപ്പ് അവിടെ നിന്ന് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോമ്പാക്ട് ഇടുന്നത്, പൗഡർ ഇടുന്നത്. സോ കോമ്പാക്ട് ഇതിനകത്ത് തന്നെ ഇങ്ങനെ ഒരു സ്പഞ്ച് ഉണ്ട്. അപ്പം ഞാൻ ഈ സ്പഞ്ച് വെച്ചിട്ട് തന്നെയാണ് ഇടാറ്. സോ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒപ്പിയിട്ട് എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുക. അധികം പ്രൊഡക്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ കുറച്ച് പ്രൊഡക്റ്റ് എടുത്താൽ നിങ്ങൾക്ക് അത് പിന്നെയും ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. കുറേ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഡാബ് ചെയ്തിട്ട് നമ്മുടെ ബേസിലൊന്ന് സെറ്റിൽ ചെയ്യാം. അപ്പൊ ആ ഒരു ഓയിലിനെസ് ഉണ്ടായിരുന്നതൊക്കെ പോകും. ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും കോമ്പാക്ട് പൗഡർ ഇട്ടിട്ട് എക്സസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റൗണ്ട് ബ്രഷ് എടുത്തിട്ട്, ഇതൊരു കോമ്പാക്ട് ബ്രഷാണ്, ഇതന്നെ എടുക്കണമെന്നില്ല, ഫൗണ്ടേഷന്റെ ബ്രഷ് ആയാലും മതി. ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഇങ്ങനെ തട്ടി കൊടുക്കുക. അതായത് എവിടെയെങ്കിലും എക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോവും. ഓക്കെ, സോ നമ്മുടെ ബേസ് ഇസ് ഡൺ നൗ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐബ്രൗസ് ആണ്. സോ ബ്രൗസിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മാർസിന്റെ ഐബ്രോ പാലറ്റ് ആണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കോലായത്, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇത് ഇങ്ങനെ 4 ഷെയ്ഡ്സിലാണ് ഉള്ളത്. ഒന്ന് ലൈറ്റ് ബ്ലാക്കും, ഒന്ന് ഒരു ചെറിയൊരു ഗ്രേഷ് കളറും, ഒന്ന് ബ്ലാക്കും, ഒന്ന് ഒരു ലൈറ്റ് ബ്രൗണും, ഒന്ന് ഡാർക്ക് ബ്രൗണും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു ഇതിനെന്തോ പറയൂല, സ്പൂളി, ഇങ്ങനെ ഒരു സ്പൂളി വരുന്നുണ്ട്. ആൻഡ് ഒരു ചെറിയ ഐബ്രോ ബ്രഷും വരുന്നുണ്ട്. ആദ്യം ഈ സ്പൂളി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഐബ്രോ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് അധികം ഐബ്രോസ് ഇല്ല, ആക്ച്വലി നല്ലും ഐബ്രോ ഉള്ളതൊരു ലക്കാട്ടോ. എനിക്ക് അധികം ഐബ്രോസ് ഇല്ല, എൻ്റെ ഐബ്രോസ് ഭയങ്കര ലൈറ്റ് ആണ്. എന്നിട്ട് ഞാൻ ഇതിന്ന് ഈ 2 ഷെയ്ഡ്, സോറി ഗൈസ്, ഞാൻ ഐബ്രോ ചെയ്തത് റെക്കോർഡായില്ല, എന്തോ പ്രശ്നം പറ്റി. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം, ഒന്നുകൂടെ പറഞ്ഞുതരാം. സോ ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഈ സ്പൂളി ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഐബ്രോ ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം ഈ ഒരു ഐബ്രോന്റെ ബ്രഷ് എടുത്തിട്ട് ഇതിലെ ഗ്രേ കളറും ബ്രൗൺ കളറും എടുത്തിട്ട് എക്സസ് വരുന്നത് ഇങ്ങനെ കളയും. എന്നിട്ട് ഐബ്രോ എപ്പോഴും മിഡിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടണമെങ്കിൽ മിഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലായിടത്തേക്കും ഒന്ന് എൻഡ് വരെ ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വരുന്ന ഈ ബ്രഷിൽ ബാക്കി വരുന്ന പ്രൊഡക്റ്റ് മാത്രം ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അത്രേ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും. കുറച്ച് നാച്ചുറൽ ആയിട്ട് തോന്നണമെങ്കിൽ മിഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണതാണ് നല്ലത്. ഞാൻ ഓൾറെഡി ലൈൻ ചെയ്തു പോയി, അപ്പോൾ അത് റെക്കോർഡായില്ല. ഇനി ഞാൻ വീണ്ടും ലൈൻ ചെയ്താൽ ഭയങ്കര ഡാർക്കാവും. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ചെയ്യാതെ. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നമ്മുടെ ഐബ്രോസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഐ ഷാഡോ ആണ്. ഐ ഷാഡോന്ന് 2 പ്രോഡക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് വാങ്ങിയാൽ മതി. ഞാൻ രണ്ടും കാണിച്ചു തരാം എന്തായാലും. സോ ഐ ഷാഡോന് ഒന്നെങ്കിൽ ഇതുപോലത്തെ ഒരു ഐ ഷാഡോ പാലറ്റ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇത് ലാക്മേന്റെ ബ്ലഷ് ആണ്. ബ്ലഷ് വെച്ചിട്ടും ഐ ഷാഡോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. ഇതൊരു ക്രീം ബ്ലഷ് ആണ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ആയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഞാൻ ഈ പാലറ്റ് വെച്ചിട്ട് ഐ ഷാഡോ പാലറ്റ് വെച്ചിട്ട് തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇത് മാൾസിന്റെ ഐ ഷാഡോ പാലറ്റ് ആണ്. ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇത് ലാക്മേന്റെ ക്രീം ബ്ലഷ് ആണ്.
ഇത് ഇങ്ങനെയാണ്. ഈ ഷെയ്ഡിൻ്റെ പേര് എനിക്ക് സോഫ്റ്റ് കോറൽ എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. അപ്പോൾ ഇത് വെച്ചിട്ട് ബ്ലഷും ഇടാം, ഐ ഷാഡോവും ചെയ്യാം. സോ ഞാൻ ഐ ഷാഡോ ഇത് വെച്ചിട്ട് കാണിച്ചിടാം, ബ്ലഷ് ഇത് വെച്ച് കാണിച്ചിടാം. ഐ ഷാഡോന്ന് ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ചെറിയൊരു ബ്രഷാണ് യൂസ് ചെയ്യുക. സോ ഞാൻ ഈ ഒരു കളർ എടുത്തിട്ട്, കാണുന്നുണ്ട് തോന്നുന്നു, രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യും, ഡാബ് ചെയ്യും. അതിനുശേഷം ബാക്കി വരുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കളയാം. ഇങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. സോ ഇതൊരു ബേസ് കളർ പോലെയാണ് ഞാൻ ഇടാറ്. ജസ്റ്റ് ഒന്ന് ഐലിഡ്സിനൊരു കളർ ഇടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മേലെ ഞാനൊരു ഷിമ്മർ ഇടാറുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തെ കണ്ണിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് ബാക്കി വരുന്നത് ടാപ്പ് ചെയ്ത് കളയാം. എന്നിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബേസ് കളർ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഷിമ്മർ അപ്ലൈ ചെയ്യും. ഷിമ്മറിന് ഞാൻ ബ്രഷ് യൂസ് ചെയ്യാറില്ല, കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്. കാരണം ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ ആ ഗ്ലിറ്റർ, ഷിമ്മർ എന്ന് വെച്ചാൽ ഈ ഗ്ലിറ്റർ കളറില്ലേ, ഈ കളറും ഈ കളറും ഈ കളറും, ഇത് 3 ഗ്ലിറ്റർ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ അതിലത്തെ ഈ കളറാണ് യൂസ് ചെയ്യാറ്, ഗോൾഡൻ. അന്നിട്ട ലുക്കിൽ ഞാൻ ഈ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ കളർ വെച്ച് ഞാൻ കാണിച്ചു തരാം. സോ ഗ്ലിറ്റർ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഗ്ലിറ്ററി ഐസ് ആയ പോലെ തോന്നും. ഞാനതുകൊണ്ട് കൈ വെച്ചാണ് ചെയ്യാറ്. കൈ വെച്ചിട്ട് ഇങ്ങനെ ഉപ്പിയെടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കും എല്ലായിടത്തും. അപ്പോൾ കണ്ണിനൊരു ഷിമ്മറി എഫക്റ്റ് കിട്ടും. നിങ്ങൾക്ക് നല്ലോണം ഗ്ലിറ്റർ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ആളാണെങ്കിൽ നല്ലോണം ഇടാം. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, അപ്പോൾ ഐ ഷാഡോ കഴിഞ്ഞു. ഒന്നുകൂടി ഈ പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഇത് മാൾസിൻ്റെ ഫാൻറ്റസി 15 ഐ ഷാഡോ പാലറ്റ് ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഐ ലൈനർ. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ഐ ലൈൻ ചെയ്യാറുള്ളതെന്ന്. അപ്പോൾ അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. സോ ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഈ ഐ ലൈനർ സ്റ്റിക്കാണ്. ഇതും മാൾസിൻ്റെ മാൾസിൻ്റെ ഇങ്ക് ബ്ലാക്ക് ലിക്വിഡ് ഐലൈനർ പെൻ. സോറി ഗൈസ്, ഞാൻ ഐലൈൻ ചെയ്തതും റെക്കോർഡായില്ല. ഞാൻ ഇപ്പം എടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ഫയൽസ് വേറെ പഴയ ഫോണിലൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് സ്പേസ് ഉണ്ട്. പക്ഷെ ഞാൻ ചെയ്തതൊന്നും റെക്കോർഡായില്ല. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് കാണിച്ചു തരാം. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഐലൈൻ ചെയ്യാൻ അറിയുന്നതാണെന്ന് തോന്നുന്നു. എന്നാലും എൻ്റെ ഒരു രീതി ഞാൻ കാണിച്ചു തരാം. ഇനി ഇത് കളഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം മേക്കപ്പ് വീണ്ടും ഫുള്ള് ഡാമേജ് ആവും. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ ഈ കോർണറിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ടും ഏകദേശം മിഡിൽ എത്താറാവുമ്പോൾ ഞാൻ ഒന്ന് തിക്കായിട്ട് വരയ്ക്കും. തിക്കായി വരച്ചിട്ട് എൻ്റെ വരെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഞാനൊരു വിങ്ഡ് ഐലൈനർ ലുക്കാണ് കൊടുക്കുക. അപ്പോൾ ഒറ്റ സ്വൈപ്പിൽ തന്നെ ആ വിങ് വരയ്ക്കണം, അതല്ലെങ്കിൽ അത് ഇങ്ങനെ സിഗ്സാഗ് ആയി പോകും. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒറ്റ സ്വൈപ്പിൽ വിങ് വരച്ചാൽ ഒരു വിങ്ഡ് ഐലൈനർ ലുക്ക് കിട്ടും. അതിനുശേഷം ഞാൻ ഈ ഇന്നർ കോർണറും കൂടെ ഇങ്ങനെ ജസ്റ്റ് ലൈൻ ചെയ്യാറുണ്ട്. അപ്പോഴേക്കും കണ്ണിന് നല്ല വലുതായ പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇന്നർ കോർണറോട് ചെയ്യുന്നത്. അതേപോലെ ഈ കണ്ണിലും ഞാൻ ചെയ്തു. ഓൾറെഡി ലൈൻ ചെയ്തു പോയി. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഇനി കാജൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കെ ബ്യൂട്ടീൻ്റെ കാജൽ സ്റ്റിക്കാണ് എടുക്കുന്നത്. കാജലിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. എല്ലാവരും വാട്ടർ ലൈനിൽ എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഒറ്റ സ്വൈപ്പിൽ തന്നെ നല്ല ഡാർക്കായിട്ട് കാജൽ വരയ്ക്കണമെങ്കിൽ കെ ബ്യൂട്ടീൻ്റെ ഈ സ്റ്റിക്ക് ഭയങ്കര നല്ലതാണ്.
നല്ല ഒറ്റ സ്വൈപ്പിൽ തന്നെ നല്ലോണം ഡാർക്ക് കവറേജ് കിട്ടും. ഈ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസ്കാരയാണ്. മസ്കാരയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് മേബലിൻ്റെ ഈ കൊളോസൽ മസ്കാരയാണ്, ഇങ്ങനെ യെല്ലോ പാക്കേജിങ്ങിൽ വരുന്നത്. ആദ്യം ഞാൻ യൂസ് ചെയ്തിരുന്നത് മാൾസിന്റെ അൾട്രാ ലോങ് ലാഷ് കേൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മസ്കാരയായിരുന്നു. രണ്ടിനും രണ്ട് പേർപ്പസ് ആണ്. മാൾസിന്റെ അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലാഷസിന് നല്ല നീളം തോന്നിക്കണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വോളിയം ആണ് കൺസേൺ എങ്കിൽ കൊളോസലിന്റെ ഈ മസ്കാര യൂസ് ചെയ്താൽ മതി. സോ എനിക്ക് ഓൾറെഡി നാച്ചുറലി കുറച്ച് എന്താ പറയുക നീളമുള്ള ലാഷസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വോളിയം ആണ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ മസ്കാര യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഐസ് ഇങ്ങനെ ഓപ്പൺ ആക്കി പിടിച്ചിട്ട് വിഗിൾ ചെയ്തുകൊണ്ട് വേണം. വിഗിൾ ചെയ്യുന്ന വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഷേക്ക് ചെയ്തിട്ട് വേണം മസ്കാര വരയ്ക്കാൻ. അതല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിക്കും. നിങ്ങൾക്ക് എത്രത്തോളം വോളിയം വേണം അതിനനുസരിച്ച് 2 ലെയറോ 3 ലെയറോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ മേലെയും അപ്ലൈ ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ താഴെയും ചെറുതായിട്ട്, താഴത്തെ ലാഷസിലും ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യാറുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം സെക്കൻഡ് ലെയർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഞാൻ ഒരു ലെയറും കൂടെ മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ലെയർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഐസ് നല്ലോണം ഓപ്പൺ ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ക്ലോസർ ആയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലഷ് ആണ്. ബ്ലഷിന് ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേന്റെ ഈ കോറൽ, സോഫ്റ്റ് കോറൽ എന്ന് പറയുന്ന കളറിന്റെ ക്രീം ബ്ലഷ് ആണ്. ഇത് ഞാൻ ആദ്യം കൈ വെച്ചിട്ടാണ് ചെയ്യാറ്. സോ ഞാൻ ഇങ്ങനെ ജസ്റ്റ് 2 കൈയിലൊന്ന് ഒപ്പിയെടുക്കും. അധികം എടുക്കണ്ട, കുറച്ചെടുത്തിട്ട് പിന്നെ ബിൽഡപ്പ് ചെയ്താൽ മതി. ചീക്ക് ബോൺസിന്ന് ഈ ടെമ്പിൾ ഏരിയ വരെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എപ്പോഴും നമ്മളിങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെയല്ലേ ബ്ലഷ് ഇടുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ മാത്രം നിങ്ങൾക്കൊരു എന്താ പറയുക ജോക്കറിനെ പോലെ ഒരു എഫക്റ്റ് തോന്നും. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. എപ്പോഴും ചീക്ക് ബോൺസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് വരെ ഇടണം. ഈ ഭാഗത്തിന് ടെമ്പിൾസ് എന്നാണ് പറയുക, ടെമ്പിൾ വരെ ഇടണം. അതിനുശേഷം ഞാൻ നേരത്തെ കാണിച്ച ഈ ബ്ലഷ് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഞാൻ കുറച്ചെടുത്തിട്ട് മൂക്കിന്റെ ഇവിടെയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാറുണ്ട്. ഒരു ഓവറോൾ ഒരു ഫ്ലഷ്ഡ് പിങ്ക്, ഒരു ഫ്ലഷ്ഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്തത് ഐ തിങ്ക് ദ ഫൈനൽ സ്റ്റെപ്പ് ഇസ് ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക്കിന് പ്രത്യേകിച്ച് ടിപ്പൊന്നുമില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ഏതാന്ന് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് അത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. ലിപ്സ്റ്റിക്കിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ മുന്നേ എനിക്ക് തോന്നുന്നു ക്യാമറയിൽ ബ്ലഷ് അധികം കാണുന്നില്ല. ഞാൻ അത്യാവശ്യം ബ്ലഷ് ഇട്ടിട്ടുണ്ട്. എനിവേസ്, ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് ഈ ഹീറോ ബ്യൂട്ടീൻ്റെ നട്ട്മെഗ് ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡിലെ ലിപ്സ്റ്റിക് ആണ്. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഞാൻ ഓൾമോസ്റ്റ് എപ്പോഴും ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് ഇടാറ്. ഞാൻ ആ ലുക്കിലും ഈ ഷെയ്ഡ് തന്നെയാണ് ഇട്ടിരുന്നത്. അപ്പോൾ
ഓക്കെ, നമ്മുടെ ലുക്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഫുള്ള് മേക്കപ്പിനെ ഒന്ന് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതാവുമ്പോൾ അത് അവിടുന്ന് ഇളകില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യും. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പരിപാടിയും കഴിയും. സെറ്റിംഗ് സ്പ്രേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മാൾസിന്റെ സീൽഡ് ഡീൽ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിംഗ് സ്പ്രേ ആണ്. അപ്പോൾ ഇത് എങ്ങനെ അടിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കണ്ണിലാവാൻ പാടില്ല. അപ്പോൾ കണ്ണിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്നിങ്ങനെ കവർ ചെയ്തിട്ട് ബാക്കിയുള്ള ഏരിയയിൽ ഇങ്ങനെ അടിക്കണം. കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് അതൊന്നിങ്ങനെ ഡ്രൈ ചെയ്യാനൊരു 5 മിനിറ്റ് കൊടുക്കണം. ഇതും കൂടെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഫുൾ മേക്കപ്പ് തീർന്നു. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈ സെറ്റിംഗ് സ്പ്രേ ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. ഞാൻ ഈ ഇതിൽ യൂസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സിൻ്റെയും അതേപോലെ എല്ലാ ബ്രഷസിൻ്റെയും ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതേ പ്രോഡക്ട്സ് വെച്ച് ചെയ്യണമെന്നില്ല, ഞാൻ വീണ്ടും പറയുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്ട്സ് വെച്ച് ചെയ്താലും മതി. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടാണ് മേക്കപ്പ് ചെയ്യാൻ പഠിച്ചത്. അപ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങൾ മേക്കപ്പ് ഇടുമ്പോഴും ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും. ഓരോ കാര്യത്തിലും നിങ്ങൾ എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ചിലവർക്ക് വർക്കൗട്ട് ആവും, ചിലവർക്ക് വർക്കൗട്ട് ആവില്ല. അപ്പോൾ നിങ്ങൾ ഓരോ തവണ ഇത് ചെയ്ത് വരുമ്പോഴേ ആ പ്രാക്ടീസ് ആയി വരുമ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അറ്റ്ലീസ്റ്റ് ബിഗിനേഴ്സിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടി, അത്യാവശ്യം മേക്കപ്പ് ഇടാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെന്റെ എൻഗേജ്മെന്റിന്റെ കമ്മലാണ്. ഈ ഡ്രസ്സിന്റെ കൂടെ ഇത് നല്ല മാച്ച് ആവുന്നുണ്ട്. ഞാൻ ഈ കമ്മൽ തന്നെ ഇട്ടിരുന്നത്. ഓക്കെ, നമ്മുടെ എല്ലാ എൻറ്റയർ ലുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ എൻ്റെ ചാനൽ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. അവരൊക്കെ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ കോമൻസിൽ ചോദിക്കാം, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഇതുവരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മേക്കപ്പ് പഠിക്കാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ഫാമിലിക്കോ ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.